എല്ലാവർക്കും മിജിസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം മീ ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം ദാനമേ തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോഴേ എനിക്ക് മൂക്കേടി ഇങ്ങനെ മൂക്കിരുത്തുമ്പോൾ ഇങ്ങനെ ഒരു ഇറിറ്റേഷൻ പോലെ ഇടയ്ക്കിടയ്ക്ക് തോന്നുക. അതൊന്ന് മൂക്കൊന്ന് ഇതാക്കാനാണ് ഞാൻ പോയത്. അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞില്ല, ഞാൻ ലൈവ് അത് പിന്നെ ആദ്യമൊക്കെ ഞാനിങ്ങനെ ലൈവ് ചെയ്യുമ്പോൾ എനിക്കൊരു കുഴപ്പമില്ലായിരുന്നു. ഞാൻ എപ്പോൾ ലൈവ് നിർത്തുന്നോ ആ സമയം വരെ എനിക്കിങ്ങനെ മെസ്സേജ് നമുക്ക് ചാറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ് പിന്നെ 3-4 വീഡിയോയ്ക്ക് ഇതുപോലെ വരാഞ്ഞ ഒരു ദിവസം പ്രൈസം മോനെ കണ്ടുപിടിച്ചത്. മമ്മി ആണ്ട് അവൻ ഇവിടുന്ന് അവൻ്റെ കാർട്ടൂൺ കണ്ടുകൊണ്ട് തന്നെ അവൻ്റെ മൊബൈലിൽ എൻ്റെ ലൈവ് വന്നോണ്ടേ അവനെ ഓപ്പൺ ചെയ്ത് നോക്കിയോണ്ടേ ഞാൻ കുറേ പേർക്ക് എനിക്ക് കുറച്ച് നേരം കൊണ്ട് കമൻറ്റ് വരുന്നുമില്ല. അപ്പം നോക്കിയോണ്ടേ കൊച്ചിൻ്റേതിൽ വരുന്നുണ്ട്. പിന്നെ ഞാൻ കൊച്ചിൻ്റെ മൊബൈൽ എടുത്താണ് ചെയ്തത്. ഇന്നലെ അതുപോലെ എനിക്ക് കുറേ നേരം കൊണ്ട് ഇങ്ങനെ മെസ്സേജ് വരാതിരുന്നോണ്ട് ഞാൻ പറഞ്ഞു അപ്പച്ചൻ്റെ മൊബൈൽ എടുത്തുകൊണ്ട് വന്നിട്ട് അപ്പച്ചൻ്റെ മൊബൈൽ നോക്കിയോണ്ടേ കുറച്ച് പേരുടെ കമൻറ്റ് കിടപ്പുണ്ടായിരുന്നു. അവനൊക്കെ ഞാൻ റിപ്ലൈ കൊടുത്തു. പക്ഷേ വീഡിയോയിൽ ഇന്നലെ കമൻറ്റിൽ വന്ന 1-2 പേര് പറഞ്ഞായിരുന്നു, ഞങ്ങൾ പറയുന്നുണ്ടായിരുന്നു ബിജിക്ക് ഹായ് പറഞ്ഞു, ഓക്കെ നിർത്തിക്കോ എന്നൊക്കെ പറഞ്ഞു. അതൊന്നും ഞാൻ കണ്ടില്ല. ആ കമൻറ്റ് എനിക്ക് വന്നതുമില്ല. എന്തോ കാര്യമാണെന്ന് എനിക്കറിയത്തില്ല. യൂട്യൂബിൻ്റെ ഇതുകൊണ്ടാണോ എന്തുവാന്നോ അങ്ങനെയൊക്കെ സംഭവിച്ചു. അപ്പോൾ പിന്നെ റീച്ചാൻ എനിക്കൊരു വീഡിയോ അയച്ചു തന്നു കേട്ടോ. നോക്കിയോണ്ടേ ഒരു ബിൽഡിങ്ങിൻ്റെ അവിടുന്ന് ഒരു ജനൽ ഇങ്ങനെ തീ കത്തി പുക ഇങ്ങനെ വരുന്നത്. ഞാൻ ചോദിച്ചു റീച്ച ഇത് എവിടെ സംഭവം എന്ന് പറഞ്ഞ് റീച്ചാനൊക്കെ ജോലി ചെയ്യുന്ന ബിൽഡിങ്ങിൻ്റെ റീച്ചാനൊക്കെ താഴെയാണ് ചെയ്യുന്നത്. 7th ഫ്ലോറിൽ AC-യുടെ എങ്ങാണ്ട് കുഴപ്പമായിരുന്നെന്നാണ് പറയുന്നത്. തീ കത്തിയതാണ്. അത് ഒട്ടനെ ഓരോരുത്തർ എടുത്ത് ഷോട്ടും വീഡിയോ ഇട്ട് ഞാനത് ഇത് കാണിച്ചേക്കാം. ദൈവകൃപയാൽ അത് ഇന്നലെ രാത്രിയിലുണ്ടല്ലോ ഞാൻ ഈ പിള്ളേർക്കെല്ലാം വൈകിട്ട് എല്ലാവർക്കും കുടിക്കാനുള്ളത് അപ്പച്ചനും പിള്ളേർക്കും എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് എന്നിട്ടാണ് ഞാൻ പോയി കുളിച്ചത്. ഞാൻ 11 മണി കഴിഞ്ഞാൽ പോയി കുളിച്ചത്. അപ്പോൾ പ്രൈസമ്മോൻ ഇപ്പം രാവിലെ പോകണ്ടാത്തതുകൊണ്ട് അവൻ ഇച്ചിരി ലേറ്റായിട്ട് കിടന്നാൽ അവനിവിടെ ഇവിടെ കിടപ്പുണ്ട്. അവൻ ഉറങ്ങിയില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ കിച്ചണിൽ എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ കുളിച്ചിട്ട് വന്നിട്ട് എൻ്റേതും കൂടെ എടുത്ത് കുടിക്കാനായിട്ട് വന്നോണ്ടേ എൻ്റെ മൈൻഡിൽ പെട്ടെന്ന് എന്തോ ഇങ്ങനെ വന്ന് റീച്ചാൻ വന്നതുമില്ല. ഞാൻ വിളിച്ചു വെച്ചിട്ട് പറഞ്ഞ് ഞാൻ ലേറ്റാകുമെന്ന്. മൈൻഡിൽ ഇങ്ങനെ വന്ന് എന്തോ റീച്ചാൻ സംതിങ് ഒരു നെഗറ്റീവ് പോലെ എനിക്ക് തോന്നി. ഉടനെ ഞാൻ കിച്ചണിൽ നിന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങോട്ട് ഇങ്ങനെ വന്ന് കട്ടിലായിരുന്നു. അവിടുന്ന് ഉടനെ ഞാൻ പ്രാർത്ഥിച്ചു ഇങ്ങനെ കട്ടലിൻ്റെ ഇടയിലോട്ട് വന്നിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചു വരുന്നു. അപ്പോൾ പ്രൈസമ്മൻ ചോദിച്ചു എന്തോ മമ്മി പ്രാർത്ഥിക്കുമെന്നു. ഞാൻ പറഞ്ഞാന്ന് മോനെ ആർക്ക് വേണ്ടിയാ? ഞങ്ങൾക്ക് വേണ്ടിയാന്നു. ഞാൻ പറഞ്ഞല്ല മോനെ മമ്മി ഇങ്ങനെ നിന്നുണ്ടെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് മമ്മിക്കൊരു നെഗറ്റീവായിട്ട് എന്തോ ഒരു ഇത് തോന്നി. അങ്ങനെ മമ്മി പപ്പായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്നു. ദൈവം മുന്നമേ കാണിച്ച് ഇതിനെയൊക്കെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു തന്നെയായിരുന്നു. അപ്പോൾ ഇതിൽ നെഗറ്റീവായിട്ട് ആരെങ്കിലും എടുക്കുന്നെങ്കിൽ നിങ്ങൾ അങ്ങനെ എടുത്തോ. പക്ഷേ ഞാൻ എൻ്റെ അവസ്ഥയെ എനിക്കുണ്ടായ അനുഭവമാണ് ഞാനീ പറഞ്ഞത്. ദൈവം നമുക്കങ്ങനെ പലതും ചില സമയങ്ങളിലൊക്കെ നമുക്കിങ്ങനെ തോന്നിപ്പിക്കും. അതെല്ലാം അങ്ങ് തോന്നിപ്പിക്കണമെന്നില്ല. ചില കാര്യങ്ങളൊക്കെ അങ്ങ് തോന്നിപ്പിക്കും. എന്തോ അങ്ങനെ സംഭവമുണ്ട്. ഞാനിത് കാണിച്ചേക്കാം. അയ്യോ കണ്ടിട്ട് എനിക്ക് പേടിയായിപ്പോയി. മഴയും പെയ്യുന്നുണ്ട്. അതുകൊണ്ട് അത്രയും ഒന്നും പറ്റിയില്ലെന്ന് പറയുന്നു. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ നല്ലൊരു ചിക്കൻ കറി കാണിക്കുന്നുണ്ട്. അതുപോലെ നല്ല തുമര കുറച്ചിട്ടാലും നല്ല കൊഴുപ്പുള്ള സാമ്പാറിൻ്റെ ഒരു ട്രിക്ക് ഞാനിതിൽ ഉപയോഗിക്കുന്നുണ്ട്. ആ ട്രിക്ക് എന്തുവാണെന്നോ നിങ്ങൾ നോക്കണേ. ഓക്കെ, എന്ന് ഞാൻ പറയാൻ വിട്ടുപോയായിരുന്നു. 2 ദിവസത്തെ വീഡിയോ കറിയും കൂടെ അതിൻ്റെ അകത്ത്. കാരണം ഇന്നലത്തെ വീഡിയോയിലെ ഒരു ക്ലിപ്പാണ് ഇതിലെടുത്തിടുന്നത്. ഇന്നലത്തേത് അതുകൂടെ ചേർക്കുവാണെങ്കിൽ ഒത്തിരി വലിയ ലെങ്ത് ആവുമായിരുന്നു. ഇന്നലത്തെ തനികുമാരുടെ ബഹളത്തിൻ്റെ ഇടയിൽ അത് ഞാൻ ഇതിൻ്റെ അകത്ത് ഇട്ടില്ല. അപ്പോൾ അതുകൂടാണ് ഇതിൽ ചെയ്യുന്നത്. 2 ദിവസത്തെ വീഡിയോ ആണ് ഒരുമിച്ചിടുന്നത്. ഓക്കെ, രാവിലെ ദോശയും ആണെങ്കിൽ ദോശ, ഇഡലി ആണെങ്കിൽ ഇഡലി. അപ്പോൾ ഇന്ന് ഞാൻ ചിന്തിച്ച് ദോശ തന്നെ ഉണ്ടാക്കാമെന്ന്. കടലക്കറി ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ദോശ ഉണ്ടാക്കാമെന്നുള്ള പ്ലാനിലായിരിക്കുന്നത്. അപ്പം എനിക്ക് ഈ നടുവിൻ്റെ പിന്നെ അതുപോലെ എൻ്റെ ഈ ആംബ്ലിക്കൽ ഹെർണിയയുടെ ഓപ്പറേഷൻ പ്രൈസമ്മോൻ ഉണ്ടാവുന്നതിന് മുമ്പിട്ടേ കഴിഞ്ഞതാണ്. അപ്പോൾ അത് ഇപ്പോൾ ആ പൊക്കിളിൻ്റെ അവിടെ എനിക്ക് ഒരു വല്ലാത്തൊരു വേദനയോ ഇത്തിരി ഒരു വീർത്തിരിക്കുന്ന പോലൊക്കെ ചില സമയങ്ങളിൽ തോന്നും. അതുകൊണ്ട് ഞാനിപ്പം ബെൽറ്റ് കെട്ടിക്കൊണ്ടാണ് ഞാൻ നിൽക്കുന്നത്.
ചില സമയത്ത് അങ്ങ് ഇറിറ്റേറ്റ് തോന്നുമ്പോൾ അങ്ങ് ഊരി മാറ്റും. അല്ലാത്തപ്പം എത്രയും കെട്ടാമോ അത്രയും ഞാനങ്ങ് ബെൽറ്റ് കെട്ടിക്കൊണ്ടായിരിക്കുന്നത്. അപ്പം ഞാൻ പിന്നെ 2 പാൻ വെച്ചിട്ട് പെട്ടെന്ന് അങ്ങ് ദോശ ചൂടോടെ ഓരോരുത്തർക്കും അങ്ങ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടേ. ഇതിപ്പോൾ 5 മണിക്കൊന്നുമല്ല, 5 മണിക്കൊന്നും എണീക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ലേറ്റായിട്ട് എണീറ്റാൽ മതി. പ്രീസമ്മോന് ഇനി തിങ്കളാഴ്ച തൊട്ട് പോയാൽ മതി. ഇഡലി ഉണ്ടാക്കുന്നതിനേക്കാൾ എളുപ്പം ദോശയാണ്. കാരണം 2 പാൻ വെച്ചിട്ടേ പെട്ടെന്ന് അങ്ങ് ഉണ്ടാക്കാമല്ലേ, പെട്ടെന്ന് ഓരോരുത്തർക്ക് അങ്ങ് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ അതിൻ്റെ നടുക്കൊരു ഇച്ചിരി ഒന്നൊരു പിടുത്തം ഉണ്ടായിരുന്നു. ഇനി ഞാനൊരു ചിക്കൻ കറിയുടെ ഇതാണ് കാണിക്കുന്നത് റെസിപ്പി. നല്ല അടിപൊളി ടേസ്റ്റ്. നമുക്കെന്നാൽ ഒത്തിരി അങ്ങ് വലിയൊരു എടുപ്പത് ജോലിയുമില്ല. നല്ലൊരു അടിപൊളി നമുക്ക് ചപ്പാത്തിക്കും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കുന്നൊരു റോസ്റ്റല്ല, എന്നാൽ ഇത്തിരി തിക്കിയായിട്ട് നല്ലൊരു ഗ്രേവി ആയിട്ടിരിക്കുന്നത്. 1 കിലോ ചിക്കൻ. ഇതിൽ ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് മസാല പുരട്ടി ഒന്ന് വെച്ചേക്കുവാണേ. ഇതിലേക്ക് ഞാനൊരു 1/4 കിലോ ഉരുളൻകിഴങ്ങും 600 ഗ്രാം സവാളയുണ്ട്. അത് പൊളിച്ച് വരുമ്പോൾ ഒരു 500 ഗ്രാം കാണുമേ. ഇതിനെ ഒന്ന് സ്കിന്നൊക്കെ കളഞ്ഞ് നമുക്കൊന്ന് എടുക്കാമേ. അപ്പം ഞാൻ അന്ന് മീഷോയിൽ നിന്ന് ഓൺലൈനിൽ വാങ്ങിച്ചില്ലേ ഒരു ചൈന പിച്ചാത്തി. അന്ന് 2 ദിവസം ഞാൻ ഉപയോഗിച്ചതേ ഉള്ളൂ. പിന്നെ ഞാനങ്ങ് എടുത്ത് വെച്ച പോലെ മീനോ അങ്ങനെ വലിയ എന്തെങ്കിലും കട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. എൻ്റെ പൊന്നോ, പഴം മുറിക്കാൻ പോലും പറ്റത്തില്ല ഇപ്പം കേട്ടോ, അത്രയ്ക്ക് ഇതാറില്ല. ഞാനത് ആ സവാള മുറിക്കാൻ നോക്കിയിട്ട് അത് ഒരു രക്ഷയില്ല. പിന്നെ ഞാൻ നമ്മുടെ സാധാ ഇതാണ് എടുത്തത്. ഞാൻ ഈ പിച്ചാത്തി ഇങ്ങനെ വാത്തല വരുത്തുന്നൊരു കട്ടറും മീഷോയിൽ ഓർഡർ ചെയ്തായിരുന്നു. അപ്പോൾ അത് ഇല്ല എന്ന് പറഞ്ഞ് അവർ പിന്നെ അത് റീഫണ്ട് ചെയ്യുമായിരുന്നു പൈസ. ആ സമയത്തില്ലായിരുന്നു. എനിക്കൊരു കട്ടർ വാങ്ങി. കാരണം ഈ ദിവസവും ഇവന്മാർക്ക് നമ്മൾ പൈസ കൊടുത്ത് ഈ പിച്ചാത്തി ഒരു പിച്ചാത്തി നന്നാക്കുന്നതിനൊക്കെ എത്ര രൂപയാണ് രാകുന്നതിന്. അതിട്ട് കുറച്ച് ദിവസം 2 ആഴ്ച കഴിയുമ്പോഴത്തേക്കിന് വീണ്ടും ആകും. അപ്പോൾ അതുപോലെ ഒരെണ്ണം ഉണ്ടെങ്കിൽ കുഴപ്പമില്ലല്ലേ. അങ്ങനെ ഒരെണ്ണം വാങ്ങിക്കണമെന്ന് പറഞ്ഞിരിക്കുക. അപ്പം ഞാൻ ചിക്കൻ ഉണ്ടാക്കാനായിട്ട് ഞാനത് മാരിനേറ്റ് ചെയ്തിട്ട് ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞേ. അപ്പം ഞാൻ ആ സവാളയൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തായിരുന്നു. ഇപ്പം ഞാനൊരു കടായി വെച്ചിട്ട് അതിലേക്ക് ഇച്ചിരി ഓയിൽ ഒഴിച്ചിട്ട് 1 ടീസ്പൂൺ കടുകും 1 ടീസ്പൂൺ പെരിഞ്ചീരകവും ഒരു ചെറിയ കഷ്ണം പട്ടയും 2 ബേ ലീഫ് ഇട്ട് കൊടുത്തേ. അതൊന്ന് പൊട്ടി വന്നിട്ട് പിന്നെ ഈ നമ്മൾ അരിഞ്ഞ സവാള ഇച്ചിരി ഉപ്പിട്ടൊന്ന് വഴട്ടിയെടുക്കാം. നമ്മളിൽ 1/2 കിലോ സവാളയോളം ഉണ്ട്. ചിക്കൻ 1 കിലോയും. ഈ രീതിയിലൊന്നും ചെയ്ത് നോക്കേ. ഒരു മധുരവും അങ്ങനെ ഒന്നും തോന്നത്തില്ല കേട്ടോ. അയ്യോ ഇത്രയും ഉള്ളി ഇട്ടാൽ മധുരം കാണത്തില്ലേ. അങ്ങനെ മധുരം ഒന്നും ഇല്ലായിരുന്നു. നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് പറയാം കേട്ടോ. അടിപൊളി ടേസ്റ്റും ആയിരുന്നു. ഞാനിതിലേക്ക് ഇഞ്ചി പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നാൽ വെളുത്തുള്ളി ഞാൻ 1 കുടം വെളുത്തുള്ളിയോളം, 1 കൂടുതൽ കുടം വെളുത്തുള്ളി ഉണ്ട്. അതിപ്പോൾ പൊളിച്ച് വെച്ചതായതുകൊണ്ട് അങ്ങ് കമത്തി അങ്ങ് തട്ടി ഇട്ടാൽ മതി. എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഞാൻ ഇച്ചിരി ഒന്ന് അടച്ചൊക്കെ കൊടുക്കുക സവാളയൊന്ന് വാടി വരാനായിട്ട്. എന്നിട്ട് പിന്നെ തുറന്ന് ഇളക്കും. പിന്നെ വീണ്ടും അടച്ചു കൊടുക്കും. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ തുറന്നിട്ടാണേലും അടച്ചിട്ടാണേലും ഒന്ന് വഴറ്റിയെടുക്കാം. ഞാനിപ്പോൾ അടച്ചും തുറന്നിട്ടും ഒക്കെ ആ സവാളയൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. സവാളയും വെളുത്തുള്ളിയും എല്ലാം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് പൊടികൾ ചേർക്കാം. ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഒരു സ്വല്പം ചേർത്താണ് ചിക്കൻ വെച്ചത് എങ്കിലും നമുക്കിതിലും ചേർക്കണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മിക്സ് മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. 2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതെല്ലാം കൂടി ഇട്ടിട്ട് തീ ഒന്ന് കുറച്ചിട്ട് ചെറിയ തീയിൽ അതിൻ്റെ പച്ചമണം പോകുന്നിടം വരെ, മസാലയുടെ പച്ചമണം പോകുന്നിടം വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഞാൻ ഇച്ചിരി നേരം ഈ മസാലയെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് അടച്ചു കൊടുക്കുക. അപ്പം നമ്മുടെ മസാലകളെല്ലാം നന്നായിട്ട് വെന്ത് നല്ലൊരു മണം വരും. മസാലയൊക്കെ നന്നായി മൂത്തു. ഞാനിതിലേക്ക് അതിൻ്റെ അടിയിലൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാനൊരു ഇച്ചിരി വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ഗ്ലാസോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാമേ. ഉപ്പ് ഞാൻ ആ ഉള്ളി വഴറ്റാൻ നേരം ചേർത്തതേ ഉള്ളൂ. ഒരു സ്വല്പം ഉപ്പ് ചിക്കനിൽ പുരട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിൽ ഒരു ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. സൂക്ഷിച്ചിട്ട് നിങ്ങൾ എത്രയുമോ ചേർക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാമല്ലോ. അതനുസരിച്ച് ചിക്കൻ്റെ അകത്തും സവാളയ്ക്കകത്തും ഇട്ട് ഇതിൻ്റെ അകത്തും ഇട്ട് അവസാനം ഉപ്പേറിയാവല്ലേ. എനിക്കങ്ങനെ ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും. അപ്പോൾ ഇതിലോട്ട് ഇനി നമുക്ക് ആ മസാല പുരട്ടി വെച്ച് ചിക്കൻ ഇട്ട് കൊടുക്കാമേ. ഇതിൻ്റെ കൂടെ തന്നെ ഉരുളൻകിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഇതിൽ 2 എണ്ണം ഞാൻ ഒരു
4 പീസാക്കി എടുത്തിട്ടുണ്ട്. ഒരെണ്ണം ഇങ്ങനെ ചെറുതായിട്ടും. അപ്പം ചെറുതായിട്ടുള്ളതേ നന്നായി വെന്തങ്ങ് അലിഞ്ഞു വരും. എന്നിട്ട് ഇതെല്ലാം നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഇവിടെ പണ്ടേ ഈ ചിക്കൻ കറിക്കകത്തൊക്കെ ഉരുളൻകിഴങ്ങ് ഇടുന്നത് ഇവിടെ ഈ പോളിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ പ്രൈസിന് അത്ര ഇല്ല, പോളിന് അതിൻ്റെ അകത്ത് ആ ഉരുളൻകിഴങ്ങ് എടുത്ത് കഴിക്കാൻ ഇഷ്ടമാണ്. അപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് 2 ബേ ലീഫ് ഇട്ടായിരുന്നല്ലേ, അതിപ്പം മുകളിൽ വന്നത് ഒരെണ്ണം ഇങ്ങെടുത്ത്, പിന്നെ മറ്റേതോട് ഇങ്ങനെ ഇളക്കുന്ന സമയത്ത് വരണമെന്നുണ്ടെ അതും ഇങ്ങെടുത്ത്, പട്ട കിട്ടുവാണെങ്കിൽ ഇങ്ങ് എടുത്ത് മാറ്റേ. അങ്ങനെ എടുത്ത് മാറ്റണ്ടെന്നുണ്ടെങ്കിൽ അത് കിടന്നോട്ടെ, കാരണം അത് കറിയായി കഴിഞ്ഞാൽ പിന്നെ അത് വിളമ്പുന്ന സമയത്ത് ആർക്കെങ്കിലും അത് കിട്ടുവാണെങ്കിലേ അതൊരു ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ ആ ബേ ലീഫ് ഈ പാത്രത്തിൽ ബേസിൻ്റെ അകത്ത് ഇട്ടിട്ട് അതിൻ്റെ അകത്ത് മൊത്തം മസാല ഉണ്ടായിരുന്നല്ലേ, ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ച് ആ ബേ ലീഫ് ഒന്ന് കഴുകി ആ മസാല വെള്ളം കൂടി ഇതിൻ്റെ അകത്തോട്ടൊന്ന് ഒഴിച്ചിട്ടുണ്ടേ. ഇനി നമുക്കിത് ഒത്തിരി വെള്ളം ഞാൻ ആക്കുന്നില്ല, ഒരു ഇത്തിരി മസാല പോലെ ഡ്രൈ ആയിട്ടാണ് എടുക്കുന്നത്. ആ പട്ട എനിക്കിങ്ങ് കിട്ടി, അതും എടുത്തങ്ങ് മാറ്റി. ഇനി അടച്ച് വെച്ചൊന്ന് വേവിക്കാം. ഇനി ഇതിൽ നിന്ന് കുറേയും കൂടെ വെള്ളമൊക്കെ ഇറങ്ങും ആ ഉപ്പൊക്കെ ചേർത്തത് കൊണ്ടേ. അപ്പം ഇന്നത്തെ സാമ്പാറിനൊരു പ്രത്യേകതയുണ്ട്. ഹോട്ടലുകാർ ചെയ്യുന്ന ട്രിക്കാണ് ഞാൻ ഇന്നിവിടെ ചെയ്തിരിക്കുന്നത്. അതായത് ഞാൻ എപ്പോഴും ഈ സാമ്പാർ വെക്കുമ്പം ഒരു 250 ഗ്രാമിൽ താഴെ ഒരു 200 ഗ്രാമേലും തുമരപ്പരിപ്പ് ചേർക്കും. പക്ഷേ ഇന്ന് അത് നിങ്ങൾക്ക് വീഡിയോയിൽ ഒത്തിരിയായിട്ട് തോന്നുന്നുണ്ടെങ്കിലും കുറച്ച് തുമരപ്പരിപ്പേ ഞാൻ ചേർത്തിട്ടുള്ളൂ. എന്നാലും സാമ്പാർ നല്ല കൊഴുപ്പുള്ള സാമ്പാറായിരിക്കും. ഈ ഹോട്ടലുകാരൊക്കെ പരിപ്പിനൊക്കെ വില കൂടുതലാണെങ്കിൽ അവരൊക്കെ ചെയ്യുന്നിങ്ങനെ അവർ മൊത്തം ഇങ്ങനെ പരിപ്പിട്ടൊന്നുമല്ല വെക്കുന്നത്, ഈ ട്രിക്കൊക്കെ ഉപയോഗിക്കുന്നത്. അഥവാ ഇത് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടില്ല, ഈ മെത്തേഡ് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ നിങ്ങളങ്ങനെ ചെയ്യണ്ട. താല്പര്യമുള്ളവർ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കേ. അപ്പം ആ ട്രിക്ക് എന്താണെന്ന് ശ്രദ്ധിച്ചോണേ. അപ്പം ഞാനിവിടെ കുറച്ച് കഷ്ണങ്ങളൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. കഷ്ണങ്ങളുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തത്. അപ്പോൾ ഈ റേച്ചാൻ പോയി പച്ചക്കറിക്കാരനോട് പറയും സാമ്പാർ മിക്സ് ബാജി താന്ന്. അപ്പോൾ അവരിവിടങ്ങളിലുള്ളവരൊക്കെ ആകുമ്പോൾ ഇവർ നമ്മളാരും കോളിഫ്ലവർ ഇടത്തില്ലല്ലേ, കോളിഫ്ലവർ കൂടെ കൊടുക്കും, ഒരു കുഞ്ഞു കഷ്ണം. അപ്പോൾ അതുകൂടി ഇങ്ങ് കൊണ്ടുവരും. അപ്പോൾ ഇവിടെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ആ കുഞ്ഞു കഷ്ണമായിട്ട് ഞാൻ മാറ്റി വെച്ചേക്കുന്നത് എന്തിനാണെന്ന് പറഞ്ഞ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, കോളിഫ്ലവർ ഒരിക്കൽ അവരോട് പറയണം വേണ്ടാന്ന്. എന്നാലും എന്തായാലും ജയശ്രീ ഞാൻ തോന്നി ചോദിക്കുകയും ചെയ്ത് സാമ്പാറിൻ്റെ അകത്ത് കോളിഫ്ലവർ ഇടുമെന്ന്. അത് കൊണ്ടുവന്ന് കളയണ്ടെന്നും പറഞ്ഞ് ഞാനങ്ങ് ചേർത്തതാണ്. പുളിവെള്ളം പിഴിഞ്ഞതാണ് ഇപ്പോൾ ഒഴിച്ചതേ. ഇതിലേക്ക് ഞാൻ മല്ലിപ്പൊടി, മുളക് പൊടി, ഉലുവാപ്പൊടി ഇതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി ചേർക്കട്ടെ. ഒരു 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്, ഒരു 1/2 ടീസ്പൂണോളം ഉലുവാപ്പൊടി. അപ്പോൾ അതുകൂടി ഇതിൻ്റെ അകത്ത് ഇട്ടിട്ട് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ടൊന്ന് അടച്ചു വെച്ച്, ആദ്യമായിട്ട് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ സാമ്പാർ ഇച്ചിരി വെന്തു പോകുന്ന സാമ്പാറാണ്. കാരണം ഈ പിള്ളേർ പച്ചക്കറികളൊക്കെ എടുത്ത് മാറ്റി വെക്കുന്നത് കൊണ്ട് ആ കഷ്ണങ്ങൾ ഞാനൊന്ന് നന്നായി വേവിച്ച് ചേർക്കും. അതുകൊണ്ടാണ് അങ്ങനെ ഇത്തിരി 2-3 വിസിലടിച്ച് ഞാൻ എടുക്കുന്നത്. അല്ലെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവർ ഇതിക്ക് അയ്യേ ഇവർക്ക് സാമ്പാർ വെക്കാനും അറിയത്തില്ലേ, ഇതെന്തുവാ കുഴഞ്ഞ അസ്ത്രമാണെന്നോന്ന് ചിന്തിക്കും, അവിയലാണെന്നോന്ന് ചിന്തിക്കും. ഇതിപ്പം നന്നായി എല്ലാം വെന്തിട്ടുണ്ട്. ഇനി ഞാൻ തീ ഓഫാക്കുവാണേ. തണുക്കുമ്പോൾ കുറേയും കൂടങ്ങ് സെറ്റാവും. ഇപ്പോൾ തുണികളൊക്കെ കഴുകിയായിരുന്നു, അതെല്ലാം ഇനിയൊന്ന് വിരിക്കണം. ഇപ്പം നല്ല മഴയിൽ അങ്ങ് ചാറി നിൽക്കും. വെളിയിൽ നമ്മൾ തുണി ഇട്ടാലും അത് തണുത്ത് കിടക്കും. അതുകൊണ്ട് തുണി ഉണങ്ങാനിപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ തുണികളൊക്കെ ഒന്ന് വിരിച്ചെടുക്കട്ടെ. സാമ്പാറിന് ഞാൻ 3 വിസിലടിച്ചെടുത്തായിരുന്നു. ഞാൻ പറഞ്ഞില്ല ഞാൻ കുറച്ച് തുമര ഇന്ന് ചേർത്തുള്ളെന്ന്. അപ്പം നിങ്ങൾക്കിത് കലക്കുമ്പോൾ അറിയാം സാമ്പാറിന് എത്രമാത്രം കൊഴുപ്പുണ്ടെന്ന്. അപ്പോൾ ആദ്യം ഒത്തിരി കൊഴുപ്പൊന്നുമില്ല ഇതിന്. അല്ലെങ്കിൽ സാമ്പാർ തണുക്കുമ്പോൾ ഇച്ചിരി കൂടെ കൊഴുക്കും, പക്ഷേ ഞാൻ എന്നും വെക്കുന്നത് പോലുള്ള കൊഴുപ്പില്ല. അപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് ചേർക്കുന്ന എന്തുവാണെന്ന് നിങ്ങൾ നോക്കിക്കോണേ. ഈ ഹോട്ടലുകാരൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പം ഞാൻ ഇതിൻ്റെ അകത്തോട്ട് ഇതൊന്ന് നന്നായിട്ട് കലക്കി എടുത്തിട്ട് കുറച്ച് മല്ലിയില ചേർക്കുന്നുണ്ട്. മല്ലിയില ചേർത്തിട്ട് മുരിങ്ങയ്ക്ക എൻ്റെ ഇല്ലായിരുന്നു. അഥവാ മുരിങ്ങയ്ക്ക ഉണ്ടെങ്കിൽ ഞാൻ ഈ സമയത്ത് മുരിങ്ങയ്ക്ക ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് തിളപ്പിക്കും. അപ്പം പിന്നെ ചൂടിൽ കിടന്ന മുരിങ്ങയ്ക്ക വെന്തോളും. പിന്നെ ലാസ്റ്റിലാണ് കടുകും വറക്കുന്നത്. അപ്പം ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് കുറച്ച് വെള്ളത്തിൽ
2.5 ടീസ്പൂൺ. എത്രയും കഷ്ണങ്ങൾ ഇത് ക്വാണ്ടിറ്റി ഉണ്ടെന്ന് വെച്ചാൽ അതനുസരിച്ച് കടലമാവിൽ വ്യത്യാസം വരുത്തണേ. ഞാനിപ്പോൾ ഒരു 2.5 ടീസ്പൂൺ കടലമാവ് കലക്കി ഇതിൻ്റെ അകത്ത് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് തിളപ്പിക്കും. കാരണം നമ്മൾ മല്ലിയിലയിട്ട് വെള്ളവും ഒഴിച്ചില്ലേ, വെള്ളം ഒരു ഇളം ചൂടുവെള്ളമാണ്, എന്നാലും അതൊന്ന് തിളയ്ക്കണം. അപ്പം ഞാനത് അപ്പുറത്തടുപ്പിൽ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. ഇപ്പുറത്തടുപ്പിൽ കടുകിട്ട് പൊട്ടിച്ച് കറിവേപ്പിലയും ഉള്ളിയും ഉലുവാപ്പൊടി ഈ സമയത്താണ് ചേർക്കുന്നത്. അഥവാ കട്ടക്കായമാണെങ്കിൽ നമ്മൾ സാമ്പാർ വേവിക്കുന്ന സമയത്ത് ഞാനങ്ങ് ചേർക്കും. എൻ്റെ സാമ്പാർ ഇപ്പം കുഴിയിട്ടുണ്ട്. തണുക്കുമ്പോൾ കുറേ കൂടെ കുറവ്. സാമ്പാർ റെഡി ആയിട്ടുണ്ട്. അത് രാത്രിയാണെങ്കിൽ നന്നായിട്ട് അങ്ങ് തിക്കായായിരുന്നേ, കുറിയായിരുന്നു. അപ്പോൾ ചിക്കനും നന്നായിട്ട് തിക്കായി ഇങ്ങനെ നല്ലൊരു ഗ്രേവി പോലെ ആയിട്ടുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ട്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ബട്ടണോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.